ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു ചവ്വരിയുടെ പായസം, സവുനരി എന്നൊക്കെ പറയില്ലേ, അതുകൊണ്ടുള്ളൊരു ഡെസേർട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മുത്ത് മണി പോലുള്ള ചെറിയ ചൗരിയാണ് എടുത്തിട്ടുള്ള സബുനരി. വലുതും കിട്ടുമല്ലോ, ഏതാണെന്ന് വെച്ചാൽ എടുത്തിട്ട് നമ്മൾ 250 ml കപ്പിന് അര കപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതെടുത്തിട്ട് നമ്മളൊരു പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ കപ്പ് ഫുള്ള് 250 ml കപ്പിന് ഫുള്ള് 2.5 കപ്പ് വെള്ളമൊന്ന് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പച്ചവെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രീ ആക്കി വെക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ് വരുമ്പോൾ പയ്യെ അതൊന്ന് സോക്കായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മളിതുപോലെ ഒന്ന് മൂടി വെക്കണം. അപ്പോൾ നമുക്ക് ഈ ട്രിക്ക് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു 2 മിനിറ്റ് ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒന്ന് നോക്കുമ്പോൾ അതായത് മൊത്തത്തിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു ചില്ല് പോലെ കാണാം, മുത്ത് പോലെ. അതാണ് കേട്ടോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒരുപാട് നേരമൊന്നും വെന്ത് പോവും അങ്ങനെയൊന്നും ചെയ്യരുത്. 2 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിതാ ഇതുപോലെ ഇരിക്കും. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു വെള്ള കളറൊക്കെ ആയിട്ട് ഇരിക്കും, അത് നോക്കണ്ട. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെല്ലുമ്പോഴത്തേനും വെന്തിട്ട് പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് കട്ട പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ 3/4 ലിറ്റർ പാലാണ് തിളപ്പിച്ച് വെച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് പോർഷൻ ഇതുപോലെ കാണുമ്പോഴുള്ള കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി നമ്മൾ മധുരം പിടിക്കാനായിട്ട് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കും. ഒരുപാട് ഫുൾ പാൽ ഒഴിച്ച് കൊടുത്താൽ പഞ്ചസാര പിടിക്കില്ല. ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പഞ്ചസാര 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ്, 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് മേഡിൽ അതും, പിന്നെ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ജസ്റ്റ് അതൊന്ന് സോട്ട് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ബാക്കിയുള്ള പാൽ ഒഴിച്ചു കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് നേരം തിളപ്പിക്കേണ്ട, എല്ലാം ചൂടോട് കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ക്യാഷു ഒന്ന് നെയ്യിലൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അത് അതിലേക്കിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് മൂടി വയ്ക്കാം. ഇങ്ങനെ തന്നെയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇത് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി ഒന്ന് മഞ്ചത്തി ഒന്നും കൂടി ടേസ്റ്റി ആക്കാനായിട്ട് നമ്മൾ ക്യാരമൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്യാരമലാക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പുള്ള ബട്ടറാണെങ്കിൽ നമ്മൾ നേരത്തെ ഇട്ട പോലെ ഉപ്പിടരുത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഉപ്പായി പോവും. ഉപ്പില്ലെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അത് ഇങ്ങനെ ബട്ടർ ഇട്ട് നന്നായിട്ട് ഒന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണേ. ചൂടോടെ തന്നെ അത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇരിക്കും തോറും ചിലപ്പം കട്ടിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ തിളച്ച വെള്ളമോ പാലോ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കുക. നിങ്ങൾക്ക് ബിരിയാണി നെയ്ച്ചോറ് വല്ല ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കി കൊടുത്താലുള്ള ക്യാരമൽ ഇത് ബട്ടറിൽ ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമ.